ഈ കൈകൾ ശുദ്ധമാണ് എന്നൊക്കെ ജനങ്ങളെ പറ്റിക്കുന്നതിന്, നിയമസഭയെ പറ്റിക്കുന്നതിന് പിണറായി എന്ന മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഉറക്കെ പച്ചക്കള്ളങ്ങൾ, തെമ്മാടിത്തരങ്ങൾ വിളിച്ചു പറയുകയായിരുന്നു എന്ന് എല്ലാവർക്കും ബോധ്യമായിരിക്കുന്നു. ശശിധരൻ കർത്ത വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പണം തന്നെ 2,78,00,000 രൂപ കണക്കിൽപ്പെടുന്ന പണം, ഏതാണ്ട് മാസം 5 ലക്ഷം രൂപ വെച്ച് വീണയുടെ അക്കൗണ്ടിലേക്ക് പവർ പോയിന്റും ടാലിയും ഒക്കെ ചെയ്ത് തരുന്നതിന് എക്സാലോജിക് സൊല്യൂഷൻസിന്റെ കണക്കിലേക്ക് ഇട്ടു. അത് വീണയ്ക്ക് നൽകിയ പണമല്ല, പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് നൽകിയ, മുൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പണമാണ് എന്ന് അദ്ദേഹത്തിന് വെറുതെ പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ പറയുന്നത് എല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്നാണ് പിണറായി വിജയൻ ഇതിനെ ന്യായീകരിച്ച് മെഴുകുന്നത്. വ്യക്തമായി ശശിധരൻ കർത്തായുടെ മൊഴിയുടെ കൃത്യമായ രേഖകൾ സഹിതം, അതിന്റെ പകർപ്പ് സഹിതമാണ് മാധ്യമങ്ങൾ കാര്യങ്ങൾ പുറത്തുവിട്ടത് ഇന്ന് രാവിലെ മുതൽ. അതിന്റെ വ്യക്തമായ, അതിന്റെ കൃത്യമായി അത് മാർക്ക് ചെയ്തുകൂടിയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ശശിധരൻ കർത്ത നൽകിയ മൊഴി, ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴി, അതിന്റെ കൃത്യമായ മാർക്കിംഗ് സഹിതമാണ് പുറത്തുവിട്ടത്. എന്നിട്ടും പറയുന്നു ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണ്, മാധ്യമങ്ങൾ ഇങ്ങനെ വേട്ടയാടുകയാണ്, മാധ്യമങ്ങൾ ഇങ്ങനെ ഓരോന്ന് പടച്ചുവിടുകയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് നാണമില്ലാതെ വിളിച്ചു പറയുന്നത്. മകൾക്ക്, മകന്, ഭാര്യയ്ക്ക് ഒക്കെ കോടികളുടെ ബിസിനസ് ബന്ധങ്ങളാണ്. ഇതൊന്നും വെറുതെ അവർ ഉണ്ടാക്കിയതല്ല. സാധാരണഗതിയിൽ ഒരു സ്കൂൾ അധ്യാപികയായ ഭാര്യയോ, ഒരു സാധാരണ IT കമ്പനി തുടങ്ങിയ ഒരു മകളോ, അല്ലെങ്കിൽ വിദേശത്ത് ജോലിയുള്ള ഒരു മകനോ ചെയ്യുന്ന ബിസിനസ്സുകളല്ലല്ലോ ചെയ്തു കൂട്ടിക്കൊണ്ടിരുന്നത്, ചെയ്ത് നടത്തിക്കൊണ്ടിരുന്നത്. മകൻ്റെതടക്കമുള്ള വിദേശ ബന്ധങ്ങൾ, വിദേശ ഇടപാടുകൾ അടക്കം പരിശോധിക്കേണ്ടതാണ്, അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. എന്നിട്ടും ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറയാൻ നാണമില്ലേ, നട്ടലില്ലേ പിണറായി വിജയ എന്ന് സഖാക്കൾ പോലും ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. കോടികളുടെ ഇടപാട്, കോടികളുടെ കൈക്കൂലി, കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കൽ. അദ്ദേഹം എന്തിനാണ് ഈ ചികിത്സയ്ക്കാണെന്ന് പറഞ്ഞ് വിദേശത്ത് പോയിട്ട് ദുബായ് വഴിയും UAE വഴിയും ഒക്കെ മടങ്ങി വരുന്നത് എന്നതിനെക്കുറിച്ച് കൂടി പരിശോധിക്കണം. ഇയാളുടെ കഴിഞ്ഞ 10-30 കൊല്ലത്തെ വിദേശ യാത്രകളൊക്കെ തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? എന്താണ് ഇയാൾ രാജ്യത്തെ ഒറ്റുകൊടുക്കുകയായിരുന്നു, രാജ്യത്തെ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് കോടികൾ സമ്പാദിക്കുകയായിരുന്നു പിണറായി വിജയൻ എന്ന് പറയുന്നവരോട് തീർച്ചയായിട്ടും അന്വേഷണ ഏജൻസികൾ അവരുടെ റിപ്പോർട്ടുകളൊക്കെ തന്നെ മറുപടി നൽകും. ഇപ്പോൾ തന്നെ വ്യക്തമായില്ലേ, പറഞ്ഞതെല്ലാം കഴിഞ്ഞ കാലയളവിൽ, കഴിഞ്ഞ 10 വർഷമായി പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണ്, വെറും ഫേക്ക് ഇൻഫർമേഷനുകളാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യമായിരിക്കുന്നു. നാണമില്ലാത്ത ആളുകൾ എന്തു വന്നാലും ഉടനെ മാധ്യമങ്ങളുടെ നെഞ്ചത്ത് കയറിയിട്ട് ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണ്. മകൾ വീണയ്ക്ക് വേറെയും ഒരു കമ്പനിയുണ്ട്, ലേക്കർ ഇന്റർനാഷണൽ എന്നോ മറ്റോ പേരുള്ള ഒരു കമ്പനിയുണ്ട്. അതേക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ കമല ഇന്റർനാഷണൽ വിട്ടോ എന്നാണ് മറുപടി ചോദിച്ചത്. മറുപടി ഒരു ചോദ്യമാണ്. കമല ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ് ഭാര്യയുടെ പേരിൽ ഒരു കമ്പനിയുണ്ട് എന്നുള്ള ചില വാർത്തകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ മകളുടെ പേരിൽ ലേക്കർ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ മറ്റൊരു കമ്പനിയുണ്ട് എന്നുള്ള വാദമുയരുന്നു. എല്ലാം തട്ടിപ്പാണ്. പല പേരിൽ, പല കമ്പനികളുടെ പേരിൽ അച്ഛനും മക്കളും ഭാര്യയും ഒക്കെ ചേർന്ന ഒരു തട്ടിപ്പ് ഗൂഢ സംഘമാണ് പിണറായി വിജയന്റെ കുടുംബം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളും അന്വേഷണ റിപ്പോർട്ടുകളും ഒക്കെ തന്നെ പുറത്തു വരാനുണ്ട്. എന്തായാലും കോടികൾ വാങ്ങി സകലമാന തട്ടിപ്പും വെട്ടിപ്പും നടത്തി, എന്നിട്ടും ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് മെഴുകാൻ നാണവും മാനവുമില്ലേ നിങ്ങൾക്ക് എന്ന് അറിയാതെ ചോദിച്ചു പോവുകയാണ് പിണറായി വിജയനോട്.